വീടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? എന്തെങ്കിലും വേണമെങ്കിൽ അതിനുവേണ്ടി വാശി പിടിക്കാനും വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാനും കഴിയുമായിരുന്നു. ബട്ട് ഈ പറയുന്നത് ഒന്നും കല്യാണം കഴിഞ്ഞ് പോയ വീടുകളിൽ ചിലപ്പോൾ നമുക്ക് നടക്കാറില്ല. എന്താണോ ഉള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ഒരു സാധനമാണ് മോർണിംഗിലെ ഗോതമ്പ് ദോശ. കണ്ണെടുത്ത് കണ്ടുകൂടാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. ഗോതമ്പ് ദോശ എന്ന് കഴിക്കുമ്പോഴും കഴിഞ്ഞു പോയ ആ ദിവസങ്ങളാണ് എനിക്ക് ട്രോമ പോലെ ഓർമ്മ വരുന്നത്. ആരും എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതുകൊണ്ടൊന്നും അല്ല, അവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ പിന്നെ നമ്മൾക്കത് കഴിച്ചല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഞങ്ങളെല്ലാം സെപ്പറേറ്റ് ആയതുകൊണ്ട് എൻ്റെതായ ഇഷ്ടങ്ങളും എൻ്റെതായ നിലപാടുകളും എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. അതിനുള്ള ഫ്രീഡും എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഇതല്ല ഞാനിന്ന് ഉദ്ദേശിച്ചത്. ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാനായിരുന്നു വന്നത്. അപ്പൊ നല്ല ഗോതമ്പ് ദോശയും വറുത്തരച്ച സാമ്പാറും മുട്ട ഓംപ്ലേറ്റും ആയിരുന്നു. അപ്പൊ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നമ്മളിങ്ങനെ ഫുഡ് കൊടുത്തു വിടുന്നുണ്ട്. ഓരോ വീടുകളിൽ കയറി അവർ കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനും വിചാരിച്ചു ഇത് 2 ചോറ് ഞാൻ കൊടുക്കാന്ന്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റോടെ രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി ഞാൻ പാക്കൊക്കെ ചെയ്ത് തന്നത് ഷാമാണ് കേട്ടോ. അങ്ങനെ ഷാമും പിള്ളേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊന്ന് കഴിക്കട്ടെ. പിന്നെ പുതിയൊരു ഫിലിം ഉണ്ട്, യൂഫോറിയ, ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പൊ ഇതൊന്ന് കാണട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.